കയ്യൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ലൈസൻസ് ഒക്കെ എടുക്കാൻ. അപ്പൊ പിന്നെ ഒരുത്തന്റെയും കാലൊന്നും പിടിക്കണ്ടല്ലോ എവിടെയെങ്കിലും പോകുമ്പോ. ആ നീ എത്തിയല്ലോ അല്ലേ? ലൈസൻസ് ഒക്കെ കിട്ടിയോ? കിട്ടിക്കാണല്ലേ? ആ പിന്നെ കിട്ടി കൊട്ടക്കണക്കിന് കിട്ടി. അപ്പൊ ഇന്നും കിട്ടിയില്ലേ? ഇന്നും കിട്ടിയില്ല, ഇനി നാളെ തൊട്ട് ഒട്ടും കിട്ടാനും പോകുന്നില്ല. അതെന്ത് പറ്റി? ദുബായിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ ഇവിടെ കേരളത്തിൽ നടത്തണമെന്നല്ലേ നമ്മുടെ ഗതാഗത മന്ത്രിയുടെ സ്വപ്നം. അപ്പൊ പിന്നെ കുറച്ച് പേർക്കും. ഗണേഷ് കുമാർ അങ്ങനെ വല്ലതും പറഞ്ഞു അതിന്? അതൊക്കെ ഇപ്പോ പറയുമല്ലോ, പ്രവർത്തിക്കാൻ പോവല്ലേ പുള്ളി. അല്ല, അപ്പൊ അതൊക്കെ തടയാനല്ലായിരുന്നോ CIT എന്തൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയില്ലായിരുന്നോ? അപ്പൊ അതൊക്കെ എന്തായി? ഒന്നും ആയില്ലേ? അതൊക്കെ നടത്തിയായിരുന്നു, പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതില് ഗണേഷ് കുമാർ പറഞ്ഞ കുറച്ച് പരിഷ്കരണം, നിയമങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുത്തി, പരിമിതികളൊക്കെ കുറച്ചു വന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ദിനം പ്രതി 30 പേർക്ക് ലൈസൻസ് കൊടുക്കാനാക്കി. അത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അല്ല, ഇപ്പം ഇങ്ങനെ അവര് പറഞ്ഞതുപോലെയൊക്കെ നടത്തണമെങ്കിലേ അതിന് പറ്റിയ ഗ്രൗണ്ട് ഒക്കെ വേണ്ടേ? അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ? അതൊന്നും ഇവിടെ ഇല്ലല്ലോ. ദുബായ് ഒന്നും അല്ലല്ലോ ഇത്. അതെ, അതാ പ്രശ്നം. അതിനുള്ള സജ്ജീകരണം ഒന്നും ഇവിടെ തയ്യാറായിട്ടില്ല. പുതിയ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് പോലും തയ്യാറാകാത്തതിന്റെ ടെൻഷനിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വരെ ഉള്ളത്. അതും പോരാത്തതിന് ഈ ടെസ്റ്റ് നടത്തേണ്ട ഉദ്യോഗസ്ഥർക്ക് നടത്തിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ 98 ഉദ്യോഗസ്ഥരാ പങ്കെടുത്തത്. അതിൽ വെറും 15 പേരാണ് പാസ്സായേക്കുന്നത്. അതിന് പ്രതിദിന ലൈസൻസുകളൊക്കെ 50 ആക്കിയിട്ട് പരിമിതപ്പെടുത്തണമെന്നൊന്നും ഗതാഗത മന്ത്രി ഓൺലൈനായിട്ട് വിളിച്ച യോഗത്തില് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വിശദീകരണം ഉള്ളത്. അതൊക്കെ ശരിയാ, അതിന്റെ പേരിൽ കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രി ആ ഉദ്യോഗസ്ഥരെ തള്ളി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിവസം 100-125 പേർക്കൊക്കെയാണ് ലൈസൻസ് കൊടുത്തോണ്ടിരുന്നത്. അതിന്ന് ഒറ്റയടിക്ക് 30ലേക്കൊക്കെ ചുരുങ്ങാന്ന് പറഞ്ഞാല് ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? അതൊക്കെ നടക്കുവോ? നടക്കോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാല് അത് നടപ്പിലായിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇതൊരു ഓർഡർ ആയി കഴിഞ്ഞ് വരുന്ന ഒരു സമയം തൊട്ടിട്ട് നമ്മുടെ ഗതാഗതത്തിന് ഉണ്ടാകുന്ന വികസനം വലിയൊരു വികസനമായിരിക്കും. അത് മന്ത്രി പറയുന്നതനുസരിച്ച് നല്ലൊരു തീരുമാനം തന്നെയാണ്. ഒരു ദുബായ് മോഡൽ സിസ്റ്റം ആയിരിക്കും നമുക്കും വരാൻ പോകുന്നത്. പക്ഷെ ഇത് നടപ്പിലാകോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്. അത് നടപ്പിലായാലും ഇല്ലെങ്കിൽ നാളെ ഒരു സമരം നടക്കും, അത് ഉറപ്പാ. അപ്പൊ നാളെ എന്തെങ്കിലുമൊക്കെ കണ്ടറിയാനുണ്ടാകും. എന്തായാലും നാളെ സമരത്തിനൊപ്പം മന്ത്രിയുടെ സ്വപ്നം പൂവണിയോന്നും കൂടെ നമുക്ക് കണ്ടു തന്നെ അറിയാം.